മോർണിംഗ്. ഇന്ന് നമ്മളൊരു പുതിയ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോണത്. സെറ്റിൽമെന്റ് ഓപ്ഷൻ. ഞാൻ അതിന്റെ സ്ക്രീൻ ഒന്ന് എടുക്കാം. സെറ്റിൽമെന്റ് ഓപ്ഷൻ എന്താണ്? സെറ്റിൽമെന്റ് ഓപ്ഷൻ ഒന്നുകിൽ കാലാവധി എത്തുമ്പോൾ മെച്യൂരിറ്റി എമൗണ്ട്, അതല്ലെങ്കിൽ ഡെത്ത് ക്ലെയിം കിട്ടുന്ന എമൗണ്ട്. ഈ എമൗണ്ടിനെ ഒന്നിച്ച് വാങ്ങിക്കണോ അല്ലെങ്കിൽ തവണകളായിട്ട് വാങ്ങിക്കണോ എന്ന് പോളിസി ഹോൾഡർക്ക് തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷനെയാണ് സെറ്റിൽമെന്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ട് രണ്ട് തരം സെറ്റിൽമെന്റ് ഓപ്ഷനുകളാണ് ഉള്ളത്. ഒന്ന്, മെച്യൂരിറ്റി ക്ലെയിം വാങ്ങിക്കുന്ന സമയത്ത് ആ മെച്യൂരിറ്റി ക്ലെയിം തവണകളായിട്ട് വേണമെന്ന് കസ്റ്റമർക്ക് ഓപ്റ്റ് ചെയ്യാം. അതല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ ഡെത്ത് ക്ലെയിം. അദ്ദേഹത്തിന്റെ അഭാവത്തില് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് കൊടുക്കുന്ന സംഖ്യ ഒന്നിച്ചു വേണോ അല്ലെങ്കിൽ തവണകളായിട്ട് വേണോ എന്ന് അദ്ദേഹത്തിന് ജീവനോടുള്ള സമയത്ത് തന്നെ ഓപ്റ്റ് ചെയ്യാം. ഇങ്ങനെ രണ്ട് സമയത്താണ് സെറ്റിൽമെന്റ് ഓപ്ഷന്റെ പ്രയോജനം പ്രധാനമായിട്ട് വരുന്നത്. അതേ സമയത്ത് മണി ബാക്ക് കിട്ടുമ്പോൾ അല്ലെങ്കിൽ സർവൈവൽ ബെനിഫിറ്റിന് സെറ്റിൽമെന്റ് ഓപ്ഷൻ കൊടുക്കാനുള്ള പ്രൊവിഷൻ ഇല്ല. അതെന്തായാലും വാങ്ങിക്കുക തന്നെ വേണം. ഡ്യൂറിങ് മെച്യൂരിറ്റി ക്ലെയിം ആൻഡ് ഡ്യൂറിങ് അങ്ങനെ രണ്ട് സമയത്താണ് ഈ സെറ്റിൽമെന്റ് ഓപ്ഷന്റെ ബെനിഫിറ്റ്സ് കസ്റ്റമർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുക. ഇനി സെറ്റിൽമെന്റ് ഓപ്ഷൻ എടുക്കുമ്പോൾ എത്ര വർഷത്തേക്ക് സ്പ്രെഡ് ചെയ്തിട്ടാണ് പൈസ വാങ്ങിക്കാൻ പറ്റുക? അതായത് ഈ തുക കിട്ടുമല്ലോ, ആ കിട്ടുന്ന സംഖ്യ എത്ര വർഷത്തേക്ക് വേണം എന്ന് കസ്റ്റമർക്ക് ആവശ്യപ്പെടാം. ഒന്നുകിൽ 5 വർഷം, അതല്ലെങ്കിൽ 10 വർഷം, അതും അല്ലെങ്കിൽ 15 വർഷം. അതിൽ എത്ര വർഷം കൊണ്ട് കിട്ടണം, എത്ര വർഷം സ്പ്രെഡ് ചെയ്ത് കിട്ടണം എന്ന് കസ്റ്റമർക്ക് തിരഞ്ഞെടുക്കാം. അതിന് 3 ഓപ്ഷൻസ് ആണ് ഉള്ളത്. എപ്പോഴാണ് ഈ സെറ്റിൽമെന്റ് ഓപ്ഷന് കസ്റ്റമർ ഓപ്റ്റ് ചെയ്യേണ്ടത്? വേണമെങ്കിൽ പോളിസി എടുക്കുമ്പോൾ തന്നെ ഓപ്റ്റ് ചെയ്യാം. കാരണം ഈ പുതിയ പ്രപ്പോസൽ ഫോമുകളിൽ അവസാനത്തെ 2 പേജുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. സെറ്റിൽമെന്റ് ഓപ്ഷൻ വേണോ വേണ്ടേ ചോദിക്കുന്നതാണ്. ആ 2 പേജുകളിൽ അതിന്റെ സൈൻ കൂടെയാണ് നമ്മൾ വാങ്ങിക്കണത്. അങ്ങനെ പോളിസി എടുക്കുമ്പോൾ തന്നെ സെറ്റിൽമെന്റ് ഓപ്ഷൻ ആവശ്യപ്പെടാം. അതല്ലെങ്കിൽ മെച്യൂരിറ്റി ക്ലെയിമിന്റെ സെറ്റിൽമെന്റ് ഓപ്ഷൻ ആണെങ്കിൽ പോളിസി മെച്യൂർ ആവുന്നതിന് 3 മാസം മുമ്പ് തന്നെ അദ്ദേഹത്തിന് ഓപ്റ്റ് ചെയ്യാം. 3 മാസം മുമ്പ് വരെ സമയമുണ്ട്. ആ സമയത്ത് എപ്പോ വേണമെങ്കിൽ ഈ കസ്റ്റമർക്ക് സെറ്റിൽമെന്റ് ഓപ്ഷൻ വേണമെന്ന് ആവശ്യപ്പെടാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഡെത്ത് ക്ലെയിമിന്റെ കാര്യത്തിൽ അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എന്നാണ് ഈ സംഭവം ഉണ്ടാവുക എന്നുള്ള അറിയില്ല. മരണം ഉണ്ടാവുക എന്നറിയില്ല എന്നുള്ളതുകൊണ്ട് നേരത്തെ തന്നെ പോളിസി എടുക്കുമ്പോഴോ അല്ലെങ്കിൽ എത്രയും നേരത്തെ തന്നെ ഈ ഓപ്ഷൻ എടുത്തു വെക്കുന്നതാണ് നല്ലത്. കാരണം ഒരു അറിവ് കൊടുത്തിട്ടൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ മരണം വരിക. അതുകൊണ്ട് ഇനി ഈ സെറ്റിൽമെന്റ് ഓപ്ഷന്റെ കാര്യത്തില് ഏതൊക്കെ മോഡിലാണ് അദ്ദേഹത്തിന് പൈസ വാങ്ങിക്കാൻ പറ്റുക? ഇയർലി വൺസ് വേണമെങ്കിൽ വാങ്ങിക്കാം, ഹാഫ് ഇയർലി വൺസ് വാങ്ങിക്കാം, ക്വാർട്ടർലി വൺസ് വാങ്ങിക്കാം, ഓർ മന്ത്ലി വൺസ്. മന്ത്ലി ആണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 5000 രൂപയെങ്കിലും ഒരു മാസം വാങ്ങിക്കണം. ക്വാർട്ടർലി ആണെങ്കിൽ 15,000 ആണ് മിനിമം എമൗണ്ട്. ഹാഫ് ഇയർലി ആണെങ്കിൽ ഇൻസ്റ്റാൾമെന്റിൽ 25,000 രൂപയെങ്കിലും ഉണ്ടാവണം. ഇയർലി ആണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 50,000 രൂപയെങ്കിലും കിട്ടണം. അങ്ങനെയാണെങ്കിലാണ് കസ്റ്റമർക്ക് സെറ്റിൽമെന്റ് ഓപ്ഷന്റെ ബെനിഫിറ്റ് കിട്ടുക. ഇനി ഇൻസ്റ്റാൾമെന്റ് ഓപ്ഷൻ മിനിമം ഉള്ള തുകയേക്കാൾ കുറവാണ്, അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെന്റ് കിട്ടുന്നത് ഈ മിനിമം കിട്ടേണ്ട ഇൻസ്റ്റാൾമെന്റ് എമൗണ്ടിനേക്കാൾ കുറവാണെങ്കിൽ ഈ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടായിരിക്കില്ല കൊടുക്കുക, ലംസമായിട്ടായിരിക്കും സംഖ്യ തിരിച്ചു കൊടുക്കുക. പൈസ തിരിച്ചു കൊടുക്കാതിരിക്കില്ല, അത് ലംസമായിട്ടായിരിക്കും കൊടുക്കുക. മിനിമം ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് എന്ന് പറയുന്നത് മന്ത്ലിക്ക് 5,000, ക്വാർട്ടർലിക്ക് 15,000, ഹാഫ് ഇയർലിക്ക് 25,000 ആൻഡ് ഇയർലിക്ക് 50,000 ആണ്. ക്യാൻ സെറ്റിൽമെന്റ് ഓപ്ഷൻ ബി വിഡ്രോൺ? വേണ്ട വെക്കാൻ പറ്റും എന്നെങ്കിലും സെറ്റിൽമെന്റ് ഓപ്ഷൻ അദ്ദേഹം ഓപ്റ്റ് ചെയ്തു. ഒന്നുകിൽ പോളിസി എടുക്കുമ്പോൾ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഓപ്റ്റ് ചെയ്തു. ആ സെറ്റിൽമെന്റ് ഓപ്ഷൻ പിന്നീട് ജീവിത സാഹചര്യം വ്യത്യാസം വരികയാണ്, അതുകൊണ്ട് എനിക്ക് സെറ്റിൽമെന്റ് ഓപ്ഷൻ വേണ്ട, പൈസ ഒന്നിച്ച് വേണം എന്ന് കസ്റ്റമർക്ക് അവകാശപ്പെടാൻ പറ്റും. അതാണ് അടുത്ത ചോദ്യം. കാരണം ഒരാൾ ഓപ്റ്റ് ചെയ്തു, പോളിസി എടുക്കുമ്പോഴുള്ള സാഹചര്യം ആയിരിക്കില്ല ജീവിത സാഹചര്യം ആയിക്കൊള്ളുന്നില്ല. 15-20 വർഷം കഴിയുമ്പോൾ പോളിസി കഴിയാറാകും. അന്ന് പൈസ ഒന്നിച്ച് വേണ്ട ആളാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പോളിസി കാലാവധിക്കുള്ളിൽ എപ്പോൾ വേണമെങ്കിൽ സെറ്റിൽമെന്റ് ഓപ്ഷൻ വേണ്ട വെക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഇനി പോളിസി കാലാവധി എത്തിയതിനു ശേഷം 1-2 വർഷം, ഉദാഹരണത്തിന് ഒരു 10 വർഷത്തേക്ക് സെറ്റിൽമെന്റ് ഓപ്ഷൻ ഈ കിട്ടുന്ന സംഖ്യ
10 വർഷം കൊണ്ട് എനിക്ക് സ്പ്രെഡ് ചെയ്ത് തന്നാൽ മതി എന്ന് കസ്റ്റമർ ആവശ്യപ്പെട്ടു എന്ന് വിചാരിക്കുക. അങ്ങനെ 10 വർഷം കൊണ്ട് തരേണ്ട കേസ് ഓരോ വർഷവും ഇയർലി ഓപ്ഷനും എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. 1-2 വർഷം പൈസ വാങ്ങിയതിന് ശേഷം ഇദ്ദേഹത്തിന് പിന്നീട് പൈസ ഒന്നിച്ച് ആവശ്യം വരികയാണ്. ഈ 10 വർഷം കൊണ്ട് കിട്ടിയാൽ പോരാ, പെട്ടെന്നാണ് ഒരു ആവശ്യം വന്ന് അപ്രതീക്ഷിതമായിട്ടെന്ന് വെച്ചാല് അപ്പോഴും അദ്ദേഹത്തിന് ആ സെറ്റിൽമെന്റ് ഓപ്ഷൻ വിഡ്രോ ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അന്ന് 2 വർഷത്തെ കൊടുത്തതിന് പുറമെ ബാക്കി 8 വർഷത്തെ കൊടുക്കാനുണ്ട്. ആ 8 വർഷത്തെ സംഖ്യയെ കമ്മ്യൂട്ട് ചെയ്തിട്ടുള്ള എമൗണ്ട് ആയിരിക്കും LIC കൊടുക്കുക. അപ്പൊ എപ്പോ വേണമെങ്കിൽ ഈ സെറ്റിൽമെന്റ് ഓപ്ഷൻ കസ്റ്റമർക്ക് വേണ്ട വെക്കാനുള്ള പ്രൊവിഷൻ ഉണ്ടായിരിക്കും. ആർക്കാണ് സെറ്റിൽമെന്റ് ഓപ്ഷനിൽ ആ ഓപ്ഷൻ എടുക്കാൻ അല്ലെങ്കിൽ ഓപ്റ്റ് ചെയ്യാനുള്ള അവകാശം ഉണ്ടാവുക? തീർച്ചയായിട്ടും അത് പോളിസി ഹോൾഡർക്ക് തന്നെയാണ് ഈ സെറ്റിൽമെന്റ് ഓപ്ഷൻ എടുക്കാനുള്ള അവകാശമുള്ളത്. പോളിസി ഹോൾഡർ ക്യാൻ ഓപ്റ്റ് ദാറ്റ് ഓപ്ഷൻ. മെച്യൂരിറ്റിയിൽ സംഖ്യ എങ്ങനെ കിട്ടണം എന്നുള്ള ഓപ്റ്റ് ചെയ്യാനുള്ള അവകാശം പോളിസി ഹോൾഡർക്കാണ്. ഡെത്ത് സംഭവിക്കുമ്പോൾ, ഉദാഹരണത്തിന് ഇപ്പം വൈഫിന് അത്രയ്ക്കൊന്നും കഴിവില്ല, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പൈസ ഒന്നിച്ച് അവരെ കിട്ടിയാല് അവരുടെ ബന്ധുക്കളും ഒക്കെ വന്ന് ഭയങ്കര സ്നേഹം നടിച്ച് അവളെ പറ്റിച്ചു കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഒന്നിച്ച് പൈസ കിട്ടിയാല് ആ പൈസ ചിലപ്പോ അവർക്ക് ഉപയോഗത്തിന് കിട്ടില്ല, വേറെ ആരെങ്കിലും ഒക്കെ കൊണ്ടുപോകും, അവർക്ക് വൈഫിനും മക്കൾക്കുള്ള കാര്യത്തിന് കിട്ടില്ല എന്നൊരു ധാരണ അദ്ദേഹത്തിന് നേരത്തെ ഉണ്ടെങ്കിൽ സെറ്റിൽമെന്റ് ഓപ്ഷൻ അദ്ദേഹം എടുക്കാം. ഡെത്ത് ക്ലെയിം സെറ്റിൽമെന്റ് ഓപ്ഷൻ വേണമെന്ന് പറയാം. നിർഭാഗ്യവശാൽ അദ്ദേഹം മരണപ്പെടുകയാണെങ്കിൽ വൈഫിന് തവണകളായിട്ടായിരിക്കും കൊടുക്കുക. അപ്പോൾ എല്ലാ വർഷവും കുറെ സംഖ്യ കൊടുക്കുമ്പോൾ ഒന്നിച്ച് ആർക്കും അത് പറ്റിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. ആ കുട്ടികൾ വലുതാവുന്നവരെ പൈസ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരുടെ വിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ അവരുടെ ജീവിത ചെലവുകൾക്കോ വർഷാവർഷം കിട്ടുന്ന സംഖ്യയെ അവർക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ നോമിനിക്ക് അത് ചേഞ്ച് ചെയ്യാനുള്ള അവകാശവും ഉണ്ടാവില്ല. ഇനി ഒരു സാഹചര്യത്തിൽ മാത്രം നോമിനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. എപ്പോഴാ വെച്ചാല് ഈ പോളിസി മെച്യൂരിറ്റി ആയി. മെച്യൂരിറ്റിയിൽ സെറ്റിൽമെന്റ് ഓപ്ഷൻ ഈ പോളിസി ഹോൾഡർ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഈ പോളിസി മെച്യൂർ ആയിട്ട് 2-3 വർഷത്തെ സെറ്റിൽമെന്റ് ഓപ്ഷൻ വാങ്ങിയതിനു ശേഷം ആ സമയത്താണ് പോളിസി ഹോൾഡർക്ക് എന്തെങ്കിലും സംഭവിക്കുന്നത് വെച്ചാല് പിന്നീട് വൈഫിന് വേണമെങ്കിൽ ആവശ്യപ്പെടാം, ഞാനാണ് ലീഗൽ ഹെയർ, എനിക്കാണ് കിട്ടേണ്ടത്, എനിക്കത് ഒന്നിച്ചാണ് കിട്ടേണ്ടത് എന്ന് വേണമെങ്കിൽ ആവശ്യപ്പെടാൻ പറ്റും. പക്ഷേ ഡെത്ത് ക്ലെയിമിന്റെ കാര്യത്തില് ഈ നോമിനിക്ക് അത് മാറ്റാൻ അവകാശമേ ഇല്ല. സാധാരണഗതിയിൽ സെറ്റിൽമെന്റ് ഓപ്ഷൻ ഓപ്റ്റ് ചെയ്യാനുള്ള അവകാശം പൂർണ്ണമായിട്ടും പോളിസി ഹോൾഡർക്ക് തന്നെയാണ്, നോമിനിക്കല്ല. ഇനി ഏതൊക്കെ പ്ലാനിലാണ് ഈ സെറ്റിൽമെന്റ് ഓപ്ഷൻ എടുക്കാൻ പറ്റുക? ഒന്ന്, ന്യൂ എൻഡോമെന്റ്, ന്യൂ ജീവൻ ആനന്ദ്, ബീമ ബച്ചത്, സിംഗിൾ പ്രീമിയം എൻഡോമെന്റ്, ന്യൂ മണി ബാക്ക് പ്ലാൻ 20 years, മണി ബാക്ക് പ്ലാൻ 25 years, ചിൽഡ്രൻസ് മണി ബാക്ക് പ്ലാൻ, ജീവൻ ലക്ഷ്യ ആൻഡ് ജീവൻ ലാഭ്. ഇത്രയും പ്ലാനുകളിലാണ് സെറ്റിൽമെന്റ് ഓപ്ഷൻ കസ്റ്റമർക്ക് ആവശ്യപ്പെടാൻ പറ്റും. ഇനി ഈ സെറ്റിൽമെന്റ് ഓപ്ഷൻ നമ്മൾ ശരിക്കും സെറ്റിൽമെന്റ് ഓപ്ഷനെ കുറിച്ച് അതിന്റെ തിയറി ഭാഗമൊക്കെയാണ് പറഞ്ഞത്. നമ്മൾ മാർക്കറ്റിംഗിന്റെ ആൾക്കാർ പലപ്പോഴും അവതരിപ്പിക്കുക ആ ഒരു ആംഗിളിലല്ല. എങ്ങനെയാണ് ഇത് കസ്റ്റമർക്ക് ഗുണം ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെ അത് പ്രസന്റ് ചെയ്താലാണ് കസ്റ്റമറെ ശരിക്കും അട്രാക്ട് ചെയ്യാൻ പറ്റുക, ഈ ആംഗിളിലായിരിക്കണമല്ലോ നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടത്. അങ്ങനെയാണെങ്കിലേ കസ്റ്റമർ കേൾക്കാൻ തയ്യാറാവുള്ളൂ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം, ഒരു ചെറിയ കുട്ടിയുള്ള വീട്ടിൽ പോകുമ്പോൾ കണ്ണെന്നോ അമ്മൂന്നോ നമുക്ക് സൗകര്യം പോലെ ആ കുട്ടിക്ക് പേര് വിളിക്കാം. ആ കുട്ടിയുടെ പേര് കണ്ണെന്ന് വിചാരിക്കാം. അപ്പൊ പറയാം, കണ്ണന് ഒരു 2 മാസോ അല്ലെങ്കിൽ 6 മാസോ ആയിട്ടുള്ള ആ കുട്ടിക്ക് ആയിരിക്കുക, 5ാം ക്ലാസ് ആവുന്നവരെ ഒരു 1 ലക്ഷം രൂപ വെച്ച് അടയ്ക്കുക. അവന് 16 വയസ്സാവുമ്പോൾ, +1 കഴിയുമ്പോൾ മുതൽ അവന്റെ കോളേജ് എഡ്യൂക്കേഷൻ കഴിയുന്നവരെ അല്ലെങ്കിൽ 20 വയസ്സ് വരെ എല്ലാ വർഷവും 4.5 ലക്ഷം രൂപ വെച്ച് തിരിച്ചു കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഹയർ എഡ്യൂക്കേഷന്റെ കാര്യത്തിന് നിങ്ങൾ അവന് 5 വയസ്സാവും അല്ലെങ്കിൽ 5ാം ക്ലാസ് ആവുന്നവരെ 10 വയസ്സ് വരെ മാത്രം പൈസ മാറ്റി വെച്ചാൽ മതി. പിന്നീട് LIC ആ പൈസ നിങ്ങൾക്ക് അതിന് വേണ്ട പൈസ തരും എന്ന് വേണമെങ്കിൽ നമുക്ക് അവതരിപ്പിക്കാം. അതെന്താ പ്ലാൻ എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒരു പുതിയ രീതിയിൽ കസ്റ്റമറുടെ ശ്രദ്ധ നമുക്ക് ആകർഷിക്കാൻ അതിലൂടെ സാധിക്കും. നിങ്ങൾക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞത് ജീവൻ ലാഭ് 10 years പ്രീമിയം അടച്ച് 16th ഇയറിൽ കിട്ടുന്നതാണ്. 16th ഇയറിൽ കിട്ടുന്നതിന് പകരം ആ 16th ഇയറിൽ കിട്ടുന്ന സംഖ്യയെ 5 വർഷത്തേക്ക് സ്പ്രെഡ് ചെയ്തിട്ടുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഏകദേശം 1 ലക്ഷം രൂപയോളം ആദ്യത്തെ 10 വർഷം അടച്ചു കഴിയുമ്പോൾ 16ാമത്തെ വർഷം തന്നെ 4,41,190 രൂപയാണ് കിട്ടുക. 17ാമത്തെ കുട്ടിക്ക് 17 വയസ്സാവുമ്പോൾ എഗെയിൻ
4,41,190 രൂപ ലഭിക്കുന്നു. 4,41,190 രൂപ കുട്ടിയുടെ 18ാമത്തെ വയസ്സിലും കിട്ടുന്നു. 19ാമത്തെ വയസ്സിൽ 4,41,190 രൂപ വീണ്ടും ലഭിക്കുന്നു. 20ാമത്തെ വയസ്സിലും 4,41,190 രൂപ. തീർച്ചയായിട്ടും അതെ, ആ കുട്ടിയുടെ ഹയർ എഡ്യൂക്കേഷൻ ആ പൈസ കൃത്യമായിട്ട് ഉപയോഗിക്കാം. മാത്രമല്ല അതില് 11.5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ ഉണ്ടാകും. ജീവൻ ലാഭ് 11.5 ലക്ഷം രൂപയുടെ പോളിസിയുടെ പ്രീമിയം ആണ് ഏകദേശം 1 ലക്ഷം രൂപ വരുന്നത്. അതിന്റെ ബെനിഫിറ്റ്സ് ആണ് ഈ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഏതാ പ്ലാൻ എന്താന്നുള്ളതല്ല പറയണത്, ആ കുട്ടിക്ക് ഏതൊക്കെ സമയത്ത് പൈസ കിട്ടും. അതാണ് ആൾക്കാർക്ക് അറിയാൻ താല്പര്യം ഉണ്ടാവുക. ഞാൻ എത്ര രൂപ അടച്ചാൽ എന്തൊക്കെയാണ് എനിക്ക് ബെനിഫിറ്റ് കിട്ടുക, അതെങ്ങനെ അത് ഉപയോഗപ്രദമാക്കാം. അപ്പൊ നമുക്ക് അവരുടെ മനസ്സിൽ ഒരു ചിത്രം, കാരണം ഇപ്പൊ തന്നെ നന്നായിട്ട് പഠിക്കാനുള്ള താല്പര്യം കാണിക്കുന്നുണ്ട്, അവന്റെ കളിപ്പാട്ടങ്ങളോടുള്ള ശ്രദ്ധ കണ്ടില്ലേ, എന്നൊക്കെ ഏത് രക്ഷിതാവിനും കേൾക്കാൻ ആഗ്രഹമുള്ളതായിരിക്കുമല്ലോ അവന്റെ മക്കൾ നല്ല രീതിയിൽ എത്തുന്നത്. ആ സമയത്ത് ഹയർ എഡ്യൂക്കേഷന്റെ സമയത്ത് അവർക്ക് പൈസ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അത് ഉപയോഗപ്രദമായിരിക്കും എന്ന് വേണമെങ്കിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അത് ക്യാച്ചിങ് പോയിന്റ് ആയി മാറും. ഞാനൊരു സ്ഥലത്ത് അവതരിപ്പിച്ചതാണ്, അത് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, ഈ പ്രോസ്പെക്ട് ഒന്നുകൂടെ താല്പര്യത്തോടെ ഇരുന്ന് പറഞ്ഞ വാക്ക് ശരിയാണ്. പക്ഷെ എന്റെ മരുമകനെ ഇപ്പൊ എഞ്ചിനീയറിംഗിൽ ചേർത്തിയിട്ടുണ്ടായിരുന്നു. അവന് +2 കഴിഞ്ഞ അഡ്മിഷൻ സമയത്താണ് കൂടുതൽ ചെലവായത്. അത് കഴിഞ്ഞപ്പോ എല്ലാ വർഷവും നിശ്ചിത ഫീസ് മാത്രമേ വരുന്നുള്ളൂ. പക്ഷെ അഡ്മിഷന്റെ സമയത്ത് ഒരുപാട് പൈസ ചെലവായി. അതുകൊണ്ട് കുറച്ചുകൂടെ നന്നായിരിക്കുക എനിക്ക് 17ാമത്തെ വയസ്സിൽ കൂടുതൽ എമൗണ്ട് കിട്ടുകയും പിന്നീടുള്ള വർഷങ്ങളിൽ ഒരേപോലെ കിട്ടിയാലും കുഴപ്പമില്ല, പക്ഷെ കൂടുതൽ എമൗണ്ട് കിട്ടുന്നത് +2 കഴിഞ്ഞ് അടുത്ത കോഴ്സിൽ ജോയിൻ ചെയ്യുമ്പോഴാണെന്നാണ് ഈ കസ്റ്റമർ പറഞ്ഞത്. അപ്പൊ ഞാൻ വേറൊരു പ്രിപ്പറേഷൻ കൂടെ ഉണ്ടാക്കി. അതിൽ ചെയ്തത് ഇത്രയേ ഉള്ളൂ, 1,30,000 രൂപ ഒരു വർഷം അടയ്ക്കുകയാണെങ്കിൽ കുട്ടിയുടെ 18ാമത്തെ വയസ്സിൽ 22,58,000 രൂപ തിരിച്ചു കിട്ടും. അപ്പോ കുട്ടിയുടെ ഹയർ എഡ്യൂക്കേഷന് അല്ലെങ്കിൽ +2 കഴിഞ്ഞു, എൻട്രൻസ് കോച്ചിങ്ങിനോ വല്ലതും ഒരു വർഷം കഴിഞ്ഞു എന്ന് വിചാരിക്കുക. അത് കഴിഞ്ഞ് ഏതെങ്കിലും ഒരു കോഴ്സിന് അഡ്മിഷൻ കിട്ടുന്ന സമയത്ത് ആ അഡ്മിഷന്റെ കാര്യത്തിന് 22 ലക്ഷം രൂപ അവർക്ക് ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് എല്ലാ വർഷവും 4 ലക്ഷത്തിലധികം രൂപ 19, 20, 21, 22 ഈ കുട്ടിയുടെ ഉന്നത വിദ്യാഭ്യാസം കഴിയുന്നവരെ എല്ലാ വർഷവും 4,15 ലക്ഷം രൂപ വെച്ച് കിട്ടുകയാണെങ്കിലോ. അങ്ങനെ ഒരു പ്രസന്റേഷൻ ആണ് കൊടുത്തത്. അതിൽ 20 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ ഉണ്ടാവും. ചെയ്തതായിരുന്നു 2 ജീവൻ ലക്ഷ്യ പ്ലാനുകൾ. അതിലൊരെണ്ണം ഈ സെറ്റിൽമെന്റ് ഓപ്ഷൻ പ്രകാരം എടുത്തു. 18 വർഷത്തെ പ്ലാനാണ്, 15 വർഷം പ്രീമിയം അടച്ചാൽ മതി. ഒരെണ്ണം സെറ്റിൽമെന്റ് ഓപ്ഷനും ഒരെണ്ണം സെറ്റിൽമെന്റ് ഓപ്ഷൻ കൊടുക്കാതെ എടുത്തു. ആ സെറ്റിൽമെന്റ് ഓപ്ഷൻ കൊടുക്കാതെ എടുക്കുന്നതിന് ഏകദേശം 18 ലക്ഷം രൂപയോളം 18ാമത്തെ വയസ്സിൽ കിട്ടും. സെറ്റിൽമെന്റ് ഓപ്ഷനോട് കൂടെ എടുക്കുന്നതിൽ 4,13,000 രൂപ 18ാമത്തെ വയസ്സിൽ കിട്ടും. അങ്ങനെ ടോട്ടൽ 18ാമത്തെ വയസ്സിൽ 22,58,000 രൂപയും. ആ സെറ്റിൽമെന്റ് ഓപ്ഷൻ ഓപ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാനിലെ അടുത്ത വർഷങ്ങളിൽ 4,13,200 രൂപ വെച്ച് 19, 20, 21, 22 വയസ്സുകളിൽ ആദ്യം കിട്ടുമ്പോഴാണ് ചെയ്യുക. ടോട്ടൽ ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ രണ്ടിലും കൂടെ 20 ലക്ഷം രൂപയുടെയാണ് ഉണ്ടാവുക. ഇനി നിർഭാഗ്യവശാൽ രക്ഷിതാവിന് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ തുടർന്ന് പ്രീമിയം അടയ്ക്കാതെ തന്നെ ഈ ബെനിഫിറ്റ്സ് മുഴുവൻ കൊടുക്കും. മാത്രമല്ല അങ്ങനെ എന്തെങ്കിലും പറ്റുന്ന സമയം മുതൽ 2 ലക്ഷം രൂപ വെച്ച് ആ കുട്ടിക്ക് എല്ലാ വർഷവും കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യും. അതിന് പുറമെയാണ് ഈ പറഞ്ഞ സംഖ്യ കൊടുക്കുക എന്നുള്ളത് കൂടെ അവതരിപ്പിച്ചിട്ടുണ്ട്. കസ്റ്റമർക്ക് അത് ഒരുപാട് മനസ്സിൽ താല്പര്യം തോന്നിയിട്ടുണ്ടായിരുന്നു. നമ്മൾ അവതരിപ്പിച്ച ഞാൻ ജീവൻ ലക്ഷ്യമാണ്, ജീവൻ ലക്ഷ്യയുടെ കോമ്പിനേഷൻ ആണ്, അത് അങ്ങനെ എടുത്താൽ ഒന്നുമല്ല പറഞ്ഞത്. ഇത്ര രൂപ വെച്ച് അടച്ചു കഴിഞ്ഞാൽ ഈ രീതിയിലൊക്കെ ബെനിഫിറ്റ്സ് കിട്ടും. അതല്ലേ ശരിക്കും കുട്ടികൾക്ക് ആവശ്യമെന്നാണ് കസ്റ്റമർ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും അതെ, നമുക്ക് ആ രീതിയിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ കസ്റ്റമറുടെ മനസ്സിനെ നമ്മളുടെ കൂടെ കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ അവരുടെ താല്പര്യത്തിനനുസരിച്ച് നമുക്ക് ഇതിനെ അവതരിപ്പിക്കാൻ പറ്റും. ഇനി ഒരു പെൻഷനായിട്ട് നമുക്ക് എങ്ങനെ കണക്കാക്കാം അതുകൂടെ നോക്കാം. ഒരു 40 വയസ്സായിട്ടുള്ള ആളെന്ന് വിചാരിക്കുക. ഒരുവിധം പെൻഷനൊക്കെ ചിന്തിക്കാൻ തുടങ്ങുന്ന ആൾക്കാർ 40 വയസ്സൊക്കെ ആയാലും തുടങ്ങുള്ളൂ. കുറച്ചുകൂടെ പ്രായമാകുമ്പോഴാണ് പെൻഷന്റെ ആവശ്യം ശരിക്കും ഫീൽ ചെയ്യുക. അപ്പോഴേക്കും ഒരുപാട് വൈകി ഉണ്ടാവും. നമ്മുടെ ഈ പ്രായത്തിലുള്ള ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഇനിയും അദ്ദേഹം ഒരു 75 വർഷം വയസ്സ് വരെ കവറേജ് കിട്ടുന്ന ഒരു പ്ലാൻ എടുത്തു വിചാരിക്കുക. ഒരു 31,935 രൂപ ഒരു വർഷം, അങ്ങനെ 35 വർഷം അടയ്ക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് 75 വയസ്സ് മുതൽ 15 വർഷത്തേക്ക് 90 വയസ്സ് വരെയും എല്ലാ വർഷവും 4,52,254 രൂപ വെച്ച് കിട്ടിക്കൊണ്ടേയിരിക്കും. 90 വയസ്സ് വരെയും ഗ്യാരണ്ടിയാണ്. 75 വയസ്സ് വരെ എങ്ങനെ അടയ്ക്കും? എനിക്ക് 75 വയസ്സ് വരെ അടയ്ക്കലൊന്നും പറ്റില്ല, ഞാൻ അത്രയും കാലവും ചിലപ്പോൾ ജോലി ചെയ്യില്ല എന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് 60 വയസ്സ് വരെ അടയ്ക്കാവോ? 60 വയസ്സ് വരെ അടയ്ക്കുകയാണെങ്കിൽ
79,316 രൂപ പെർ ആനം ഫോർ 15 ഇയേഴ്സ് അല്ല 20 ഇയേഴ്സ് ആണ് അടയ്ക്കേണ്ടത്. 20 ഇയേഴ്സ് അടയ്ക്കുകയാണെങ്കിൽ 60 വയസ്സ് വരെ അടയ്ക്കേണ്ടത്. അത് കഴിഞ്ഞ് 60 വയസ്സ് മുതൽ 2,60,60,182 രൂപയാണ് കിട്ടുക. 60 വയസ്സ് മുതൽ കിട്ടുക. 75 വയസ്സ് വരെയും 2,60,60,182 രൂപ വെച്ച് കിട്ടും. അതിന് അദ്ദേഹം അടയ്ക്കേണ്ടത് 79,316 രൂപയാണ്. ഇത് രണ്ടും കൂടെ എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് 25 ലക്ഷം രൂപയുടെ കവറേജ് ആവും. ഈ 79,316ഉം 31,935 കൂടെയാണ് അടയ്ക്കേണ്ടത്. 1,10,10,000 രൂപ വെച്ച് ഒരു വർഷം അടച്ചാല് 60 വയസ്സ് മുതൽ എല്ലാ വർഷവും 2,60,60,000 രൂപ വെച്ച് കിട്ടും. ഈ 2,60,60,000 രൂപയിൽ നിന്ന് 60 വയസ്സിന് ശേഷമുള്ള 75 വയസ്സ് വരെയുള്ള 30,000 രൂപകൾ അടയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. ആ പൈസയിൽ നിന്ന് എടുത്ത് അടയ്ക്കാം. മാത്രമല്ല 75 വയസ്സിന് ശേഷം 90 വയസ്സ് വരെ 4,52,254 രൂപ വെച്ച് എല്ലാ വർഷവും കിട്ടുകയും ചെയ്യും. അങ്ങനെ ഒരു പെൻഷൻ പ്ലാൻ ആയിട്ടും വേണമെങ്കിൽ പ്രസന്റ് ചെയ്യാം. ഈ പെൻഷൻ പ്ലാനിന് വേറൊരു വലിയ അഡ്വാൻറ്റേജ് കൂടിയുണ്ട്. ഈ തിരിച്ചു കിട്ടുന്ന പെൻഷൻ എന്നുള്ള വാക്കല്ല ഉപയോഗിക്കുക, പോളിസി മെച്യൂരിറ്റി കിട്ടുന്ന എമൗണ്ട് ആണ്. ആ മെച്യൂരിറ്റി സംഖ്യ തവണകളായിട്ട് കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്നതുകൊണ്ട് സെക്ഷൻ 10(10D) എന്നുള്ള വകുപ്പ് പ്രകാരം ടാക്സിന് ഇളവ് കിട്ടും. അതുകൊണ്ട് ഈ തിരിച്ചു കിട്ടുന്ന സംഖ്യ പൂർണ്ണമായിട്ടും ടാക്സിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ള സംഖ്യയായിരിക്കും. വൈറ്റ് ആയിരിക്കുകയും ചെയ്യും, ടാക്സ് ഫ്രീയും ആയിരിക്കും. ഇത്രയാണ് സെറ്റിൽമെന്റ് ഓപ്ഷനെ കുറിച്ച് പറയാനുണ്ടായിരുന്നത്. എന്തായാലും ഇത് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം എന്നുകൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി.